മക്കളും ബുദ്ധിമുട്ടുകളും. അവസാനം ഈ കൊച്ചു കുട്ടി ചെന്ന് 6-7 വയസ്സുള്ള കുട്ടി ചെന്ന് പിതാവിന്റെ പുണ്യമേനിയിൽ നിന്ന് ഓരോന്നോരോന്നായി ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമുള്ള കൊടൽമാല അതെടുത്ത് പുറത്തേക്ക് നീക്കിക്കൊടുക്കുന്നത് 6-7 വയസ്സുള്ള ഈ കൊച്ചു കുഞ്ഞാണ്, ഫാത്തിമത്തുസ് സഹ്റ ബത്തൂൽ. മറ്റൊരിക്കൽ പരിശുദ്ധ നബിയുടെ മേലേക്ക് പൊടിമണ്ണ് വാരിയെറിയുമ്പോൾ ഈ കുട്ടി ദൂരെ നിന്ന് നോക്കിക്കാണുന്നു ഫാത്തിമ. ഫാത്തിമ ബീവിക്ക് ഒരു പേരുണ്ട് ചരിത്രത്തിൽ. ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ഒരു പെൺകുട്ടിക്കും കിട്ടാത്തൊരു പേര്. ചരിത്രകാരന്മാർ അത് ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഉമ്മു അബീഹ, തന്റെ പിതാവിന്റെ മാതാവ്. 1000 വട്ടം ആലോചിക്കേണ്ടതാണ് ആ പേരിനെ കുറിച്ച്. ഞാനത് വിശദീകരിക്കുന്നില്ല. തന്റെ പിതാവിന്റെ മാതാവ് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. പ്രത്യേകിച്ച് ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ഉമ്മ നോക്കേണ്ട പിതാവിനെ ഖദീജ ബീവി വഫാത്തായ ശേഷം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫാത്തിമ ബീവി പരിപാലിച്ചു. ഫാത്തിമ ബീവി സിബ്തൈനൽ കരീമൈനിൽ ഹസനി വൽ ഹുസൈൻ, ഹസന്റെയും ഹുസൈന്റെയും മാതാവ് എന്ന നിലക്ക് ചരിത്രത്തിൽ ഉജ്ജ്വലമായ സ്ഥാനം സമ്പാദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹീഹായ ഹദീസിൽ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന ഇല്ലാ മറിയം. മറിയം കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ് ഫാത്തിമയാണ്. വേറെ ഒരു ഹദീസിൽ സയ്യിദത്തു നിസാഉൽ ആലമീൻ, ലോകത്തുള്ള സ്ത്രീകളുടെ നേതാവ് മറിയം. ആദ്യം മറിയമാണ്, സുമ്മ ഫാത്തിമ, പിന്നെ ഫാത്തിമയാണ്, സുമ്മ ഖദീജ, പിന്നെ ഖദീജയാണ്. മാതാവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മകളെ മുന്തിച്ചു പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. സുമ്മ ആസിയ, പിന്നെ ആസിയയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുകയാണ്, മാ റഅയ്തു അശ്ബഹ സിംതം വലാ ഹദിയൻ ബിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഫാത്തിമത ഫീ ഖിയാമിഹാ വ ഖുഊദിഹാ. നടപ്പിലും ഇരിപ്പിലും ഫാത്തിമയേക്കാൾ റസൂലിനോട് സാദൃശ്യപ്പെട്ട ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലിന്റെ കൂടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഫാത്തിമ കടന്നു വന്നു. അവിടുത്തെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ കടന്നു വന്നു. അപ്പൊ ഫാത്തിമ ഇങ്ങനെ നടക്കുമ്പോ മുന്നോട്ടുള്ള ഒരു ചെറിയ കുനിച്ചിലുണ്ട്, ശരീരത്തിന്റെ അല്പം മുന്നോട്ടുള്ള ഒരു വളവ്. ആ വളവിങ്ങനെ കണ്ടപ്പോ ഞാൻ ഓർത്തുപോയി, അത് അള്ളാഹുവിന്റെ റസൂല് നടക്കുന്ന പോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ സാദൃശ്യമുള്ള പരിശുദ്ധയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ഇങ്ങനെ കടന്നു വന്നിട്ട് സദസ്സിലേക്ക് എത്തി എന്നറിഞ്ഞപ്പോഴേക്ക് പരിശുദ്ധ റസൂൽ എഴുന്നേറ്റു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം ഉദ്ധരിക്കുന്നത് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹായാണ്. നബി എഴുന്നേറ്റുകൊണ്ട് ഫാത്തിമയുടെ അടുക്കലേക്ക് പോയിട്ട് ഫാത്തിമയുടെ കൈപിടിച്ചുയർത്തിയിട്ട് കൈപിടിച്ച് മുത്തം വെച്ചു എന്ന് ഉദ്ധരിക്കുന്നതും ആയിഷ ബീവിയാണ് റളിയല്ലാഹു അൻഹാ. മഹാനായ ഒരു ചരിത്രകാരൻ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇത് മകളോടും ഫാത്തിമയോടും നബി കാണിച്ച ബഹുമാനമാണെങ്കിലും അതോടൊപ്പം ഇത് സ്ത്രീത്വത്തോടുള്ള ആദരവ് കൂടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിന് കൈപിടിച്ചിട്ട് മുത്തം കൊടുക്കുക, മകൾക്കൊരു പിതാവ് മുത്തം കൊടുക്കുക, കൈപിടിച്ചിട്ട് മുത്തം വെക്കുക. സ്ത്രീക്ക് ചരിത്രത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ബഹുമാനം, ലാ വറബ്ബി വറബ്ബി താഹ അബീകി ലാ യതീബുൽ മദീഹു ഇല്ലാ ഫീകി. റബ്ബിനെ തന്നെ സത്യം ഫാത്തിമ, പിന്നെ നിങ്ങളുടെ പിതാവായ താഹായായ റസൂലിനെ കൊണ്ടും സത്യം ഫാത്തിമ, നിങ്ങളെ കുറിച്ച് മദ്ഹ് പറയുമ്പോ വല്ലാത്ത അനുഭൂതിയാണ് ഫാത്തിമ. ബിളഅത്തുൽ മുസ്തഫ വലിൽ ജുസ്ഇ ഹുക്മുൽ കുല്ലി യുർദീഹി കുല്ലു മാ യുർദീകി. ഫാത്തിമാന്റെ നബിയുടെ കരളിന്റെ കഷ്ണമേ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. പരിശുദ്ധ നബിയുടെ സുപ്രസിദ്ധമായ ഒരു വചനത്തിൽ ഫാത്തിമത്തു ബിളഅത്തും മിന്നി, ഫാത്തിമ കുട്ടിയെ പിടിക്കാൻ വേണ്ടി റസൂല് പ്രസംഗത്തിനിടയിൽ നിന്ന് ഇറങ്ങുന്നു, മിമ്പറിന്റെ പടവുകളിലൂടെ കുട്ടിയെ പിടിക്കുന്നു, വീണ്ടും മിമ്പറിൽ കയറി പ്രസംഗിക്കുന്നു, വീണ്ടും കുഞ്ഞിന്റെ കളി കാണുന്നു, പിന്നെയും ഇറങ്ങി വരുന്നു, കുഞ്ഞിനെ കളിപ്പിക്കുന്നു, തിരിച്ചു പോകുന്നു. 3-4 വട്ടം ഇങ്ങനെ ആവർത്തിച്ചപ്പോ ലോകത്തിന്റെ ഗുരുവേ റഹ്മത്തുൽ ലിൽ ആലമീൻ, കുഞ്ഞുങ്ങൾക്കും ഗുരുനാഥനെ, സ്നേഹനിധിയായ ലോകത്തിന്റെ ഗുണകാംക്ഷിയേ മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞു, എന്റെ സഹാബത്തെ എന്നോട് ക്ഷമിക്കണം, പ്രസംഗം ഇടക്ക് തടസ്സപ്പെട്ടതിൽ എന്നോട് ക്ഷമിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് പ്രിയം വന്നപ്പോ ഫാത്തിമയുടെ മക്കളോട് പ്രിയം, ഫാത്തിമയോട് ബന്ധപ്പെട്ടതിനോടൊക്കെ പ്രിയം. ഈ പ്രിയം എവിടെ വെച്ച് തീർക്കാനാണ്? നാളെ ഹൗദുൽ കൗസറിലല്ലാതെ വേറെ എവിടെ വെച്ചിട്ട് ഈ പിതാവും മകളും സ്നേഹം തീർക്കും? സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കുടുംബത്തിന് വേണ്ടി നാം സ്വലാത്ത് ചൊല്ലുമ്പോ അതിൽ ആദ്യത്തെ പങ്ക് ഇന്നും പറ്റുന്നത് ഫാത്തിമയാണെന്ന കാര്യം ഈ സദസ്സിലുള്ളവർ അറിയുന്നുണ്ടോ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഓരോ അത്തഹിയ്യാത്തിലും അല്ലാഹുവേ മുഹമ്മദിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണേ, അവിടുത്തെ കുടുംബത്തിന്റെ മേലും ചൊല്ലണേ. ആ കുടുംബത്തിലെ ആദ്യത്തെ മെമ്പർ ഫാത്തിമത്തുസ് സഹ്റ ബതൂൽ റളിയല്ലാഹു അൻഹാ. കോടാനുകോടി ഖിയാമത്ത് നാൾ വരെ ഖിബലക്ക് നേരെ തിരിഞ്ഞ് അത്തഹിയ്യാത്തിൽ ഇരുന്ന് വിരലൊന്ന് ചൂണ്ടി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പിന്നെ നബി കുടുംബത്തിന് സലാത്ത് വർഷിക്കുകയാണ്. കോടാനുകോടി സലാത്തിന്റെ വിലയറിയാനാ ഒറ്റക്കാര്യം ഓർത്താ മതി. സലാത്തില്ലാതെ നിസ്കാരമില്ല. നബിയുടെ മേലുള്ള സലാത്തിന്റെ മഹിമയറിയണമെങ്കിൽ മയ്യിത്ത് നിസ്കാരം പഠിച്ചാൽ മതി എന്ന് മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി. ഇത് മുഹമ്മദ് നബിയുടെ സദസ്സാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ ചടങ്ങിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. മയ്യത്തിനെ കൊണ്ടുപോയിട്ട് നിസ്കരിക്കാൻ വേണ്ടി കിടത്തിയാൽ എന്തിനാണ് രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. മനുഷ്യൻ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ കാതിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദിന്റെ പേരുച്ചരിച്ച് വന്നവനെ, പോകുമ്പോ ഈ പേര് കേട്ട് പോയിക്കോ മയ്യിത്തേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂലിന്റെ സലാത്തിന്റെ മഹിമക്ക് ജനാദ നമസ്കാരം ചിന്തിക്കുന്നവർക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഫാത്തിമ വന്നിരിക്കുന്നു. വഫാത്താകാൻ പോവുകയാണ്. ഇനി അധികം നിമിഷമില്ല. ഇനി വസന്തം വിട പറയുകയാണ്. ഇനി ഈ ലോകത്ത് വിളക്ക് അധ്യാപനത്തിലൂടെ തത്വത്തിലൂടെ മാത്രം ഇനി റൗളയിൽ മറയുകയാണ്. അതുകൊണ്ട് മകളെ അടുത്തേക്ക് വിളിച്ചു ഫാത്തിമ. ഫാത്തിമ വിങ്ങിപ്പൊട്ടി. ഫാത്തിമക്ക് കാര്യം മനസ്സിലായി. ഫാത്തിമ വിങ്ങിപ്പൊട്ടിയപ്പോ ഫാത്തിമയുടെ ശരീരം തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കാതിലേക്ക് സ്വകാര്യം പറയാൻ വേണ്ടി ചേർത്ത് പിടിച്ചു. ആദ്യത്തെ കാതിൽ, വലത്തെ കാതിലൊരു സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. ആ സ്വകാര്യം കേട്ടപ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞു. ഉടൻ തന്നെ കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമയെ വീണ്ടും ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടത്തെ കാതിലൊരു സ്വകാര്യം പറഞ്ഞു. അപ്പോൾ മഴക്കടയിലൂടെ വെയിൽ വന്ന പോലെ ഫാത്തിമ ചിരിച്ചു, മന്ദസ്മിതം തൂകി. ആളുകളൊപ്പം കൂടി ആയിഷ ബീവി അടക്കം എന്തേ പറഞ്ഞത്? എന്തായിരുന്നു ആ സ്വകാര്യം? കാലങ്ങൾക്ക് ശേഷം മാത്രമാണ്, കാലങ്ങളെന്ന് പറയാൻ അധിക കാലമില്ല, റസൂലിന്റെ വഫാത്തിന് ശേഷം വെറും 6 മാസമാണ് ഫാത്തിമ ഈ ലോകത്ത് ജീവിച്ചത്. ആ അരക്കൊല്ലത്തിനിടയിൽ കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സ്വകാര്യം ഫാത്തിമ ലോകത്തോട് പറയുന്നത്. ഫാത്തിമ ബീവിക്ക് ലോകം ഇരുണ്ടുപോയി. ഫാത്തിമ ബീവിയുടെ എല്ലാ സന്തോഷങ്ങളും അസ്തമിച്ചു പോയി. മുഖം വല്ലാതെ വിഷമിച്ചു പോയി. എപ്പോഴും ദുഃഖമാണ്. ഫാത്തിമക്ക് ചിന്ത മാത്രമാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്ന നബിയുടെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ചെറുപ്പക്കാരൻ കുട്ടിയെ വിളിച്ചുകൊണ്ട് ഫാത്തിമ ചോദിച്ചു, മുഹമ്മദ് മുസ്തഫാന്റെ മേലേക്ക് നിങ്ങൾ മണ്ണെറിഞ്ഞുവോ അനസേ? ഫാത്തിമ ചോദിച്ചു റളിയല്ലാഹു തആല അൻഹ, മുഹമ്മദ് മുസ്തഫാന്റെ മേലേക്ക് നിങ്ങൾക്ക് മണ്ണെറിയാൻ എങ്ങനെ ധൈര്യം വന്നു അനസേ? നിങ്ങൾ സത്യത്തിൽ ഖബറടക്കിയോ? നിങ്ങൾക്കതിന് കഴിഞ്ഞോ അനസേ? ആ മേനിയിലേക്ക് മണ്ണെറിയാൻ നിന്റെ കയ്യിൽ നിനക്കെങ്ങനെ മണ്ണെടുക്കാൻ സാധിച്ചടാ അനസേ എന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു. അങ്ങനെ വെറും 6 മാസം, ദുഃഖത്തിന്റെ 6 മാസം. 6 മാസം തികയുന്നതിന് മുമ്പൊരിക്കൽ അലിയെ വിളിച്ചുകൊണ്ട് ഫാത്തിമ പറഞ്ഞു, ഞാൻ നിര്യാണം പ്രാപിച്ചു